ഇന്നത്തെ റെസിപ്പി മുട്ട വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു കിടിലൻ സ്നാക്കിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. ഒന്ന് സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ 3 കോഴിമുട്ട നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇവ ഓരോ മുട്ടയും 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്കൊരു 3/4 ടേബിൾ സ്പൂണിന് അടുത്തായിട്ട് മുളക് പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ കയ്യിൽ മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ അതൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ കയ്യിൽ മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ ഒരു പീസ് മാഗി ക്യൂബ് എടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇവയെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്താൽ ഇതും മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ കോഴിമുട്ടയ്ക്ക് പകരമായിട്ട് കുറച്ച് മൈദ ലൂസായിട്ടുള്ള ബാറ്ററാക്കി കലക്കിയെടുത്താലും മതിയാവും. ഒന്നും കൂടെ ബെറ്റർ കോഴിമുട്ട കലക്കിയെടുക്കുന്നതാണ്. അപ്പോൾ കോഴിമുട്ടയ്ക്ക് പകരം വേണമെങ്കിൽ മൈദ നല്ല ലൂസായിട്ട് മൈദയോ അല്ലെങ്കിൽ കോൺഫ്ലോറോ നല്ല ലൂസായിട്ട് കലക്കിയെടുത്താലും മതിയാവും. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ ഓരോ പീസായിട്ട് ഇതുപോലെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പൗഡറിൽ ഇതുപോലെ ഒന്ന് മുക്കിയിട്ട് എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്തിട്ട് ഇനി കലക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ ബാറ്ററിലേക്ക് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ആക്കി കൊടുത്താൽ മതി കേട്ടോ. മുട്ടയുടെ ബാറ്ററിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കൈമേൽ ഒന്നാകെ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഈ ഒരു പൗഡറിലൊന്ന് കവർ ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് ഒന്നും കൂടെ മുട്ടയുടെ ബാറ്ററിലൊന്ന് മുക്കിയെടുക്കാം. അപ്പോൾ നല്ലൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2 പ്രാവശ്യം ചെയ്തെടുക്കുന്നത്. ഇനി ഇത് 2 പ്രാവശ്യം മുട്ടയുടെ ബാറ്ററിൽ മുക്കിയെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതിനൊരു കവറിങ് കൊടുക്കുന്നത് ഓട്സ് വെച്ചിട്ടാണ്. അപ്പോൾ ഓട്സിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലെക്സോ അല്ലെങ്കിൽ ബ്രെഡ് പൊടിയോ ചേർത്ത് കൊടുക്കാം. അപ്പം ഓട്സോ അല്ലെങ്കിൽ കോൺഫ്ലെക്സോ ആകുമ്പോൾ കുറച്ചും കൂടി നല്ല മൊരിച്ചിലുണ്ടാവും. ബ്രെഡ് പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല, ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഓട്സ് ആകുമ്പോൾ കുറച്ചും കൂടെ കാണാൻ ഭംഗിയുണ്ടാവും, കോൺഫ്ലെക്സ് ആയാലും ഒന്നും കൂടെ കാണാൻ ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു മുട്ട ഇതുപോലെ കവർ ചെയ്തെടുക്കുന്ന സമയത്ത് ഉള്ളിൽ ഉണ്ണി മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് വെച്ചിട്ടുള്ള ഇപ്പോൾ 2 ടൈപ്പിൽ മുട്ട ബജി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 2 സ്റ്റഫ് ചെയ്തിട്ട് ഉള്ളിൽ സ്റ്റഫ് ചെയ്തിട്ടുള്ള മുട്ട ബജി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു രീതിയിൽ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടുള്ള മസാല വെച്ചിട്ടാണ് ഇതുപോലെ കവർ ചെയ്തെടുക്കുന്നതെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ആ ഉള്ളിൽ നല്ല സ്പൈസി ആയിട്ടും പുറം ഭാഗം ഇങ്ങനെ ക്രിസ്പി ആയിട്ടുണ്ടാകുമ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ നന്നായിരിക്കും. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നാൽ ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്ന സമയത്ത് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഒരുപാട് എണ്ണ കുടിക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇനി ഒരു ഭാഗം കളറൊക്കെ മാറി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയാലും മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 2 ഭാഗവും തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് കളറൊക്കെ മാറി നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വെറൈറ്റി ആയിട്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്ക് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുകയും ചെയ്യും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.